ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ നമ്മളും ഇവിടെ സുഖമായിട്ട് പോകുന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നമ്മളൊരു സ്പെഷ്യൽ വ്ളോഗാണ് കേട്ടോ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ നല്ല അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പി കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നല്ല ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു റെസിപ്പിയാണ് കേട്ടോ അത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വ്ളോഗ് ഇഷ്ടമാകുമായിരിക്കും. അപ്പോൾ ഇഷ്ടമായാൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ കമൻറ്റും കൂടി ചെയ്യുക കേട്ടോ. എന്താ പറയുക, നിങ്ങളുടെ അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ ഒരു സ്മൈലി എങ്കിലും കമൻറ്റായിട്ട് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ വ്ളോഗ് ഇഷ്ടമായാൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് വ്ളോഗ് കണ്ടോക്കാം. ഫസ്റ്റ് തന്നെ നമ്മളെ റെസിപ്പി കണ്ടോക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ തലേ ദിവസം എടുത്തിട്ടുള്ള ഒരു വ്ളോഗാണ് കേട്ടോ ഇത്. ഇപ്പോൾ തലേന്ന് മുതലേ സ്റ്റാർട്ട് ചെയ്താൽ പിറ്റേന്നത്തെ കാര്യങ്ങളെല്ലാം നല്ല സ്മൂത്തായിട്ട് പോകുമല്ലോ. അപ്പോൾ ഇതാ നമ്മൾ ഫസ്റ്റ് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഒന്നുമില്ല, സിമ്പിളാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഓവർനൈറ്റ് ഓട്സ് പുഡിംഗ് ഉണ്ടല്ലോ, അപ്പോൾ അതാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ ഒരു പുഡിംഗ് ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പോളം ഓട്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ റോൾഡ് ഓട്സ് തന്നെ എടുക്കാം കേട്ടോ. പിന്നെ ഇതിലൊരു 1/4 കപ്പോളം ചിയാ സീഡും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/4 കപ്പോളം പാലും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പാലിന് പകരമായിട്ട് വേണമെങ്കിൽ നമ്മൾ നോർമൽ വെള്ളം ചേർത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഇത് ഫുള്ളായിട്ടൊന്ന് ഇളക്കി മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കണം. അതിനുശേഷം പിറ്റേ ദിവസം നമുക്ക് ഇതിൽ എന്തെങ്കിലും നട്ട്സ് കാര്യങ്ങളെല്ലാം ചേർത്തിട്ട് അങ്ങനെ കഴിക്കലാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ലാസ്റ്റ് കാണിക്കട്ടെ, പിറ്റേ ദിവസം ആകട്ടെ. ഇനിയിപ്പോൾ ഇതാ നമ്മളിത് ഫുള്ളായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് കവറാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കലാണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് നല്ല സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. നമുക്കിപ്പോൾ എവിടെയെങ്കിലും പോകണമെങ്കിലെല്ലാം നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് കഴിക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ ഇത് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളതല്ലേ. അപ്പോൾ ഇത് 4 ആൾക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റിയാണ് കേട്ടോ ഇത്. വേണമെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ഒരു എന്തെങ്കിലും ഗ്ലാസ് ജാറിലോ അങ്ങനെയെല്ലാം ആക്കിയെടുത്താലും മതി കേട്ടോ. അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ കഴിക്കാം. ഇത് പിന്നെ ഞാൻ മൊത്തത്തിലൊരു എന്താ പറയുക, അതിൽ ഫ്രൂട്ട്സ് എല്ലാം വെച്ചിട്ടൊരു ഇതാകട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതിലാക്കിയെടുത്തതാണ്. അങ്ങനെ ഇപ്പോൾ ഇതാ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മക്കൾക്ക് സ്കൂളിൽ ദിവസമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ തംബ്നെയിൽ കണ്ട പോലെ തന്നെ നമ്മളിന്ന് നമ്മൾ 10th ഫ്രണ്ട്സ് എല്ലാം ആയിട്ടൊന്ന് ഒത്തുകൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ദിവസത്തെ കുറച്ച് കാര്യങ്ങളെല്ലാം കേട്ടോ മെയിനായിട്ട് ഇതിലുള്ളത്. അപ്പോൾ ഞാൻ അവർക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാനായിട്ട് പാസ്തയാണ് ആക്കിയിട്ടുള്ളത്. നമ്മൾ മക്രോണി വെച്ചിട്ട് ചെമ്മീനെല്ലാം ഇട്ടിട്ട് ആക്കിയെടുത്തതാണ്. അപ്പോൾ ഇതിൻ്റെ ഒന്നും റെസിപ്പിയൊന്നും ഞാൻ പിന്നെ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഞാൻ തലേ ദിവസം തന്നെ എന്താ പറയുക വേവിച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിറ്റേ ദിവസം ജസ്റ്റ് ഒന്ന് മസാല ഇട്ടിട്ട് അങ്ങനെ ആക്കിയെടുക്കലും വേണ്ട. അപ്പോൾ ഈസി ആയില്ലേ, കുറച്ചും കൂടിയും ഈസിയായി. അപ്പം അതെല്ലാം ഒന്ന് റെഡിയാക്കി, അവരെ ലഞ്ചും കാര്യങ്ങളെല്ലാം റെഡിയാക്കി. അപ്പോൾ ഇന്നത്തെ നമ്മൾ ലഞ്ച് ഈ ഒരു മാക്രോണിയാണ് കേട്ടോ ആക്കിയിട്ടുള്ളത്. കാര്യം നമ്മളിവിടെ ആരും അങ്ങനെ ചോറൊന്നും കഴിക്കൽ കുറവാണ്. അധികവും നമ്മൾ ഇങ്ങനത്തെ എന്തെങ്കിലും ഐറ്റംസ് ആക്കിയാലാണ് മക്കൾക്കെല്ലാം നല്ല ഇഷ്ടം. ഇനിയിപ്പോൾ ഇത് അതെല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളെ തലേ ദിവസം ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ഓട്സ് ഉണ്ടല്ലോ, അപ്പോൾ അതിലേക്ക് കുറച്ച് ഫ്രൂട്ട്സും നട്ട്സെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കലാണ്. അപ്പോൾ ഇത് എല്ലാവർക്കും നല്ല ഇഷ്ടമാകുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. കാരണം പ്രത്യേകിച്ച് നമ്മൾ ഈ ഫ്രൂട്ട്സ് എല്ലാം കഴിക്കാൻ മടിയില്ല കുട്ടികൾക്കും, അതുപോലെ തന്നെ നമുക്കെല്ലാം നല്ല സുഖമാണ് കേട്ടോ. കാരണം ഇങ്ങനെ നല്ല സെറ്റാക്കി വെച്ചിട്ട് എന്ത് കഴിക്കുമ്പോൾ നമുക്ക് വേറെ തന്നെ ഒരു ടേസ്റ്റും നല്ലതായിട്ട് തോന്നും. പിന്നെ നമുക്ക് മെയിനായിട്ട് നമ്മൾ എപ്പോഴും എന്താ പറയുക ഡെയിലി ഈ ഒരു ഓവർനൈറ്റ് ഓട്സ് പുഡിങ് കഴിച്ചാലും നല്ലതാണ് കേട്ടോ. കാരണം നമ്മളെ തടിയെല്ലാം കുറയാൻ, അതുപോലെ തന്നെ എന്താന്ന് നമ്മൾ മെലിഞ്ഞ് നിൽക്കാൻ, പിന്നെ വയറ് ഓർക്കാൻ, അങ്ങനെയെല്ലാമായിട്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ ഈ ഒരു ഓവർനൈറ്റിൽ ഇങ്ങനെ ആക്കി വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മളെന്തെങ്കിലും ജോലിയും കാര്യങ്ങളെല്ലാം ഇല്ലവരാണെങ്കിൽ ഒരു ഞായറാഴ്ച ദിവസം ഇതാക്കിയിട്ട് ഒരു 5 ദിവസത്തേക്കെല്ലാം നമ്മൾ ഫ്രിഡ്ജിൽ വൃത്തിക്ക് സൂക്ഷിക്കുക കേട്ടോ. അപ്പം നമ്മൾ കഴിക്കാനെടുക്കുന്ന ടൈമിൽ ഓരോരോ ബൗളിലാക്കി വെച്ച് കഴിഞ്ഞാലും നല്ല സുഖമാണ്. കാരണം രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കേണ്ട ഒരു പണിയേ വരില്ല കേട്ടോ. അപ്പം നമുക്ക് അടിപൊളി ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആവുകയും ചെയ്ത്, പിന്നെ കുറച്ച് തടിയെല്ലാം ഇല്ലവരാണെങ്കിൽ ഇതെല്ലാം കഴിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് പിന്നെ ഫുഡേ വേണ്ട. കാരണം ഏകദേശം ഒരു ഉച്ചയെല്ലാം കഴിയുമ്പോൾ പിന്നെ എന്തെങ്കിലും ചെറുതായിട്ട് കഴിക്കാനെല്ലാം നമുക്ക് തോന്നും. അത്രയും വയറ് ഫില്ലാകുന്ന ഒരു സംഭവമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൽ ഓട്സ്, അവർ ചിയാ സീഡെല്ലാം ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള എന്താ പറയുക ഒരു പുഡിങ് എന്ന് പറയാം, ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്നും പറയാം കേട്ടോ. കാരണം ഇതെല്ലാം സെറ്റ് ചെയ്ത് വരുമ്പം നല്ലൊരു പുഡിങ്ങിൻ്റെ ആ ഒരു രീതിയാണ്. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് എന്താണ് ആപ്പിള്, പിന്നെന്താ സ്ട്രോബെറി, അനാറ്, പഴം, അങ്ങനത്തെ എല്ലാം ആയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഹണിയും കൂടി ചേർത്ത് കൊടുക്കട്ടെ. അപ്പോൾ മധുരത്തിന് പകരമായിട്ട് നമ്മൾക്ക് ഹണി തന്നെ ചേർത്ത് കൊടുക്കണം, അതാണ് കുറച്ചും കൂടി നല്ലത്. പിന്നെ ഇത് എന്താ പറയുക നമ്മൾ ചെറിയ കുട്ടികൾക്കാണെങ്കിലും കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അവർക്ക് ഇഷ്ടമാണെങ്കിൽ കഴിക്കാം. പിന്നെ എല്ലാവരും അങ്ങനെ കഴിക്കാൻ ഇഷ്ടപ്പെടണമെന്നില്ല, ചില ആൾക്കൊന്നും അതിൻ്റെ എല്ലാ ഒരു ഫ്ലേവറൊന്നും ഇഷ്ടപ്പെടില്ല. എന്തായാലും എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് ചില ടൈമിലെല്ലാം ഇങ്ങനെ ഒരുപാട്
ഫ്രൂട്ട്സും ആ കാര്യങ്ങളൊന്നും വേണമെന്നൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ ഒന്നുമില്ലെങ്കിലും ജസ്റ്റ് ആ ഒരു ഓട്സിൽ ജസ്റ്റ് ഹണി ചേർത്തിട്ട് കഴിച്ചാലും മതി കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ പോകാനായിട്ട് റെഡി ആകലാണ് കേട്ടോ. ഇത് നമ്മളിന്ന് പയ്യന്നൂർ ഒരു റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ എല്ലാവരും ഒത്തുകൂടാന്നുള്ളത്. കാരണം നമ്മൾ ഒരുപാട് നാളായിട്ടാണ് നമ്മളിങ്ങനെ പ്ലാൻ ആക്കുന്നു. അപ്പോൾ എല്ലാ പ്രാവശ്യവും പ്ലാൻ ആക്കുന്നതല്ലാണ്ട് നമ്മൾ ആരും ഒത്തുകൂടലേ ഇല്ല. കാരണം നമ്മൾ എല്ലാവരും പുറത്തും ഇടയിലും ആയതുകൊണ്ട് തന്നെ ആരും ആ ഒരു ടൈമിൽ നമ്മളെല്ലാവരും വേണ്ടേന്ന് പറഞ്ഞിട്ട് എപ്പോൾ ഇങ്ങനെ പ്ലാൻ ആക്കിയിട്ട് പിന്നെ അങ്ങനെ തന്നെ അങ്ങ് ഗ്രൂപ്പ് ഉറങ്ങിയ പോലെ ആകലാണ് കേട്ടോ. നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ആ ഒരു വാട്സപ്പിൽ ഇറങ്ങിയ ആ ഒരു ടൈമിനെ ആ ഒരു ഗ്രൂപ്പ് ആക്കിയതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഗ്രൂപ്പ് ഇന്നും അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇടയ്ക്ക് എല്ലാവരും മെസ്സേജ് ഇടും. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെല്ലാവരും ചെറുപറാന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഇടും. ഇല്ലെങ്കിൽ പിന്നെ ഗ്രൂപ്പ് ഉറങ്ങിയ ഒരു രീതിയാണ് കേട്ടോ ഉണ്ടാവൽ. അപ്പോൾ ഇത് നമ്മൾ 10th പഠിച്ച കുറച്ച് ഫ്രണ്ട്സാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഒരുപാട് ആ ഒരു 10th പഠിക്കുന്ന ടൈമിൽ കണ്ട് പിന്നെ കാണാത്തയും കുറേ ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം 15 വർഷത്തോളമായിട്ട് നമ്മളെല്ലാവരും കണ്ടിട്ട്, എല്ലാവരും അല്ല കുറച്ച് ആൾക്കാർ. അപ്പോൾ നമ്മൾ നേരെ നമ്മൾ ലോലിനോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് പോയി. ആടെ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് എല്ലാവരും എത്താമെന്നെല്ലാം പറഞ്ഞ് പിന്നെ കുറേ ടൈം അവിടെ ഉണ്ടായിന് കേട്ടോ. നമ്മൾ കുറേ വർത്താനെല്ലാം പറഞ്ഞ് കുറേ സമയം അവിടെ തന്നെ ഉണ്ടായിന്. പിന്നെ ഞാൻ എല്ലാവരുടെ വീഡിയോസൊന്നും ഇതിലങ്ങനെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ. മെയിനായിട്ട് കുറച്ച് ഫുഡ് കാര്യങ്ങൾ അങ്ങനെയെല്ലാം കാണിച്ചിട്ടില്ല. കാരണം എല്ലാവർക്കും അങ്ങനെ വീഡിയോയിലൊന്നും വരാൻ വലിയ ഇൻട്രസ്റ്റഡ് അല്ല. അപ്പോൾ നമ്മൾ അവിടുന്ന് കുറച്ച് ഫുഡെല്ലാം ഓർഡർ ആക്കിയിട്ടുണ്ടായിന്. അപ്പം ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ നമ്മൾ ഫ്രണ്ട്സ് മാത്രമായിട്ട് പോയിട്ട് കഴിക്കുമ്പോൾ അത് വേറെ തന്നെ ഒരു വൈബാണ് കേട്ടോ. കാരണം നല്ലൊരു പാങ്ങുണ്ടായിന്. നമ്മൾ മാത്രമായിട്ട്, പ്രത്യേകിച്ച് മക്കളെയും കൂടി കൂട്ടാത്തതുകൊണ്ട് തന്നെ, ഇല്ലെങ്കിൽ നമ്മൾ മക്കൾസിനെല്ലാം കൂട്ടിയിട്ട് പോകുമ്പോൾ അവരെയും കൂടി നമ്മൾ ശ്രദ്ധിക്കണം. ഇത് നമ്മളെല്ലാവരും ഫ്രീ ആയിട്ട് പോയതുകൊണ്ട് തന്നെ നമ്മൾക്ക് നമ്മളേതായിട്ടുള്ളൊരു ആ ഒരു ഇതുണ്ടല്ലോ, നമുക്ക് നമ്മളേതായിട്ടുള്ള ആ ഒരു ഫുള്ളായിട്ടൊരു ഫ്രീ ആയിട്ട് നമ്മളെല്ലാവരും വർത്താനം പറഞ്ഞ് കുറേ പണ്ടത്തെ കുറേ കഥകളും ഇതെല്ലാം പറഞ്ഞിട്ട്, ഒന്നാമത് നമ്മളെല്ലാവരും കൂടി കുറേ നാൾ കൂടിയിട്ട് കാണുന്ന ആൾക്കാരും കൂടി ആയതുകൊണ്ട് തന്നെ ഭയങ്കര രസമായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അത് ഓർക്കുമ്പോൾ ഇപ്പോഴും നല്ലൊരു മധുരിക്കും ഓർമ്മകൾ എന്നെല്ലാം പറയുന്ന പോലെ നല്ല രസമായൊരു മൊമെൻ്റാണ് കേട്ടോ ആ ഒരു ദിവസം ഉണ്ടായത്. ശരിക്കും ഈ വ്ളോഗ് എടുത്തിട്ട് തന്നെ ഏകദേശം 1 മാസം ആകാനായി കേട്ടോ. പക്ഷേ ഞാനിപ്പോഴാണ് വ്ളോഗ് ഇടുന്നത്. അപ്പോൾ എനിക്ക് ഫുള്ള് എന്തെല്ലോ തിരക്കും കാര്യങ്ങളെല്ലാം ആയതുകൊണ്ട് പിന്നെ അങ്ങനെ അങ്ങ് പെൻഡിങ്ങായി അങ്ങനെ പോക്കാന്ന്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇങ്ങനത്തെ കുറച്ച് ഫുഡെല്ലാം ഓർഡർ ആക്കിയിട്ടുണ്ടായിന്. മാക്സിമം നമ്മൾ നമ്മൾ ആ ഒരു മെനു കാർഡ് ഉണ്ടല്ലോ, അപ്പോൾ അതിൽ നോക്കിയിട്ട് കുറേ ഫുഡ് ഐറ്റംസ് എല്ലാം നമ്മൾ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളെ ഫുഡ് ഐറ്റംസ് എല്ലാം വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാം നല്ല അടുത്ത് സെർവ് ചെയ്ത രീതി നല്ല അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട്. നമുക്കിങ്ങനെയെല്ലാം കാണുമ്പോൾ തന്നെ കഴിക്കാനായിട്ട് തോന്നും. പിന്നെ ഇതിലൊരു അത്ര ടേസ്റ്റി ആയിട്ട് തോന്നാതിരുന്ന ഈ ഒരു ഹണി ചിക്കൻ്റെ ആ ഒരു ടൈപ്പ് ഉണ്ടല്ലോ, ഹണി ചിക്കൻ അല്ല, അതിൻ്റെ വേറെന്തോ ഒരു പേരാണ് കേട്ടോ വരുന്നത്. അത് അത്ര ടേസ്റ്റായിട്ട് തോന്നിയിട്ടേ ഇല്ല. ബാക്കി എല്ലാ ഫുഡ് ഐറ്റംസും നല്ല അടിപൊളിയായിട്ടുണ്ടായിന്. പിന്നെ ഇതിൽ നമ്മൾ ഒരു വൈറ്റ് സോസ് പാസ്ത, പിന്നെ ഈ ഒരു ടൈപ്പ് ബീഫിൻ്റെ ഒരു പാസ്തയാണ് കേട്ടോ. അതും നല്ല ടേസ്റ്റി ആയിട്ടുണ്ടായിന് കേട്ടോ കഴിക്കാനായിട്ട്. പിന്നെ ഇതിൽ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മാത്രമായിട്ട് ഇങ്ങനെ നമ്മൾ ഫ്രണ്ട്സായിട്ട് പോകുമ്പോൾ ഉണ്ടല്ലോ നല്ല രസമായിരുന്നു കേട്ടോ. നമ്മൾ ഇങ്ങനെ ഫ്രണ്ട്സെല്ലാം ഉണ്ടെങ്കിൽ ഇതുപോലെയെല്ലാം പോയി ഫുഡെല്ലാം കഴിക്കാൻ അത് വേറെ തന്നെ ഒരു മൂഡാണ് കേട്ടോ ഉള്ളത്. കാരണം ആ ഒരു മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ അത്രയും ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസം തന്നെയാണ് കേട്ടോ. നമുക്ക് ബാക്കിയെല്ലാം ഓരോരോ കാര്യത്തിനും ഓരോരോ മൂഡ് സ്വിങ്സ് എല്ലാം ഉണ്ടാവില്ലേ. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ ഫ്രണ്ട്സുമായിട്ട് ഒത്തുകൂടുമ്പോൾ അത് വേറെ തന്നെ ഒരു കാര്യമാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് ഇനിയിപ്പോൾ നെക്സ്റ്റ് നമ്മൾ കുറച്ച് ഐസ്ക്രീംസ് എല്ലാം ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും നമ്മൾ ആ ഒരു മെനു കാർഡിലെ ഫോട്ടോസെല്ലാം നോക്കിയിട്ടാണ് കേട്ടോ ഓർഡർ ആക്കിയിട്ടുണ്ടായത്. ഇന്നതൊന്നൊന്നുമില്ല, അതിലുള്ള കുറച്ച് ഐറ്റംസ് എല്ലാം ഓർഡർ ആക്കിയിട്ടുണ്ടായിന്. പിന്നെ നമ്മൾ ഇതെല്ലാം കഴിച്ചിട്ട് വേണമെങ്കിൽ ഓർഡർ ആക്കാമെന്നുള്ള രീതിയായിരുന്നു കേട്ടോ. കാര്യം ഒരുപാട് ഓർഡർ ആക്കിയിട്ട് പിന്നെ നമുക്കിത് കഴിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലോ എന്നുള്ള രീതിയിൽ നമ്മളിങ്ങനെ കുറച്ചായിട്ടെല്ലാം അങ്ങനെ ഓർഡർ ആക്കിയിട്ട് കഴിക്കാവുന്നത്. അപ്പോൾ എല്ലാ ഐസ്ക്രീംസും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ എല്ലാ ഐറ്റംസും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ
എന്താണ് ആ ഒരു പ്രസൻറ്റേഷനും എല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ടായിന്. പിന്നെ നമുക്ക് മെയിനായിട്ട് ഇവിടെ ഫോട്ടോസ് വീഡിയോസ് എടുക്കൽ തന്നെയാണ് മെയിനായിട്ടുള്ളൊരു കാര്യം. നമ്മൾ എന്താണ് ഇങ്ങനത്തെ ഫുഡ് ഐറ്റംസ് എല്ലാം കണ്ടു കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊരു എന്താണ് ഒരിതാണ് ഫോട്ടോ എടുക്കൽ എന്ന് പറഞ്ഞാൽ മെയിനായിട്ടില്ല. അതെല്ലാവർക്കും അതേട്ടാ. പക്ഷെ നമ്മളതിൽ വന്ന കുറച്ച് ആൾക്കാർക്കൊന്നും വലിയൊരു ഇൻട്രസ്റ്റിംഗ് ഒന്നുമല്ല കേട്ടോ ഇങ്ങനെ ഫുഡ് ഐറ്റംസിൻ്റെ എല്ലാം ഫോട്ടോസൊന്നും എടുക്കുന്നത്. പക്ഷേ വേറെ 2-3-4 ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാം ഒരേ ടൈപ്പാണ്. നമുക്കിങ്ങനെ ഫോട്ടോ എടുത്താലും മതിയാകാത്തൊരു ടൈപ്പാണ്. എനിക്കങ്ങനെയാണ്. ഞാനിങ്ങനെ കുറേ ഫോട്ടോ എടുത്ത് വെക്കും. എന്തെങ്കിലും ഫുഡ് ഐറ്റംസിൽ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പല രീതിയിൽ ഞാനിങ്ങനെ ഫോട്ടോ എടുക്കുക. എന്നിട്ട് എന്നോട് എല്ലാവരും പറയും, ഉമ്മാവും ഇവിടുന്ന് കൂടുതൽ പറയുന്നതാണ് ഈ ഫോട്ടോ എടുത്താൽ നിങ്ങൾക്ക് മതിയാവില്ലല്ലാന്ന്. പിന്നെ നമ്മൾ കുറേ നാൾ കഴിഞ്ഞിട്ട് ഇങ്ങനെ അത് നോക്കും. പിന്നെ സ്റ്റോറേജ് ഫുള്ളാകുമ്പോൾ എന്താക്കും, ആ എടുത്തത് കുറേ ഡിലീറ്റ് ആക്കും കേട്ടോ. എന്തിനാണെന്നറിയില്ല ഇത്ര എടുത്ത് വെക്കുന്നത്. പക്ഷെ എന്നാലും എന്തോ ആ ഒരു കുറേ ഫോട്ടോ എടുത്തിട്ട് നമ്മളിങ്ങനെ അതിൽ നിന്ന് എന്തെങ്കിലും സെലക്ട് ആക്കിയിട്ട് ഇടുമ്പോൾ അത് വേറെ തന്നെ ഒരു ഇതാണ്. അപ്പം എന്നെപ്പോലെ ആരെങ്കിലും ഉണ്ടോയെന്ന് കമൻ്റ് ആക്കട്ടെ. ഇങ്ങനെ ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ ഗാലറി നിറക്കുന്ന ആൾക്കാർ. അങ്ങനെ ഇപ്പോൾ ഇതാ നമ്മൾ ആടുന്ന് അങ്ങനെ ഫുഡെല്ലാം കഴിച്ചതിന് ഇപ്പം നെക്സ്റ്റ് നമ്മൾ സുഡിയോയിൽ പോയതാണ് കേട്ടോ ഇത്. അപ്പം ഞാനിവിടെ കുറേ നാളായി കേട്ടോ സുഡിയോയിൽ വരണം. അപ്പം ഞാനാണ് ഗ്രൂപ്പിൽ പറഞ്ഞത് നമുക്ക് സുഡിയോയിലൊന്ന് കയറിയാലോ ഒന്നും വാങ്ങിക്കാനൊന്നുമില്ല, പക്ഷെ വെറുതെ ഒരു രസം എന്താണ് എല്ലാം കയറി എന്താ നോക്കാമെന്ന്. അപ്പം ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ഇവിടെ കയറുന്നത്. ഞാൻ എപ്പോൾ ഇതിലേ പോകുമ്പോൾ ഞാൻ വിചാരിക്കും ഒന്ന് കയറി നോക്കണേ. പക്ഷെ നമുക്കിങ്ങനെ എന്താണ് കമ്പനിക്കാരെങ്കിലും വേണം ഇങ്ങനത്തെ അടുത്തെല്ലാം കയറാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ എപ്പം ഇങ്ങനെ നിൽക്കലാണ്. അപ്പം ഞാനാണ് ഇവിടെ കയറാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മളിങ്ങനെ എല്ലാം കയറി ഇങ്ങനെ കുറേ ചപ്പൽസിൻ്റെ കളക്ഷൻസ് എല്ലാം ഉണ്ടായിരുന്നു. നല്ല ഉണ്ട് കേട്ടോ എല്ലാം കാണാനായിട്ട്. പക്ഷെ നമ്മളാരും ഒന്നും വാങ്ങിച്ചിട്ടൊന്നുമില്ല. ജസ്റ്റ് എല്ലാം ഒന്ന് ട്രയൽ നോക്കിയിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. ഇവിടുന്ന് കുറേ ലിപ്സ്റ്റിക്കിൻ്റെ കളക്ഷൻസ് ഇങ്ങനെ മേക്കപ്പ് ആക്സസറീസ് എല്ലാം ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇവിടെ. എല്ലാത്തിനും റേറ്റ് എല്ലാം കുറവ്. പിന്നെ സുഡിയോ അങ്ങനത്തെ ടൈപ്പ് ഷോപ്പാണല്ലോ ഇങ്ങനെ എന്താ പറയുക 399 299 അങ്ങനെയെല്ലാം വരുന്ന ആ ഒരു കാറ്റഗറിയിലല്ല അതിൻ്റെ റേറ്റും കാര്യങ്ങളെല്ലാം ഉണ്ടായാൽ എല്ലാം മോശമില്ല കേട്ടോ. വലിയ അത്യാവശ്യം കളക്ഷൻസ് എല്ലാം ഉണ്ട് ഇവിടെ. ഡ്രസ്സിൻ്റെ ആയാലും എല്ലാം ഇങ്ങനെ ടോപ്പ് കാര്യങ്ങളെല്ലാം. പിന്നെ ജെൻസിനൊന്നും അത്ര വലിയ കളക്ഷൻസ് ഒന്നും ഇടയില്ല കേട്ടോ. കൂടുതലും ലേഡീസിനാണ് കേട്ടോ കൂടുതലുള്ളത്. അങ്ങനെ ഇടുന്ന് നമ്മൾ കുറേ ഡ്രസ്സെല്ലാം ഇങ്ങനെ വെറുതെ നോക്കി എന്താ പറയുക. പിന്നീട് ഇങ്ങനത്തെ വലിയ മിററെല്ലാം ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ കുറേ ഫോട്ടോസും വീഡിയോസും എല്ലാം അതിലെല്ലാം നോക്കി എടുത്തിട്ടുണ്ടായിന്. അപ്പോൾ ഇതിൻ്റെ കുറേ ഫോട്ടോസെല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം ഞാൻ ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റ ഒന്ന് ഫോളോ ആക്കട്ടെ. ഈ ഒരു സെയിം ഐഡി തന്നെയാണ് കേട്ടോ അത് കൊടുത്തിട്ടുള്ളത്. അൻസൂസ് വേൾഡ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഒന്ന് ഫോളോ ആക്കുക. ഇനിയിപ്പോൾ ഇതാ നമ്മൾ നെക്സ്റ്റ് ഡേ വീണ്ടും നമ്മളൊരു ഒത്തുകൂടൽ തന്നെയാണ് കേട്ടോ ഇതും. കാര്യം നമ്മൾ മക്കൾസിനെ ഒന്ന് കൂട്ടാണ്ടല്ല അന്നത്തെ ദിവസം പോയിട്ടുണ്ടായത്. പിന്നെ ആ ദിവസം തന്നെ 2 ആൾക്കാർ വന്നിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ഒരാളെ വീട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ആ ഒരു ഫാമിലിയിൽ 2-3 ആൾക്കാർ സ്വന്തമായിട്ട് വീടെല്ലാം ആക്കി സെറ്റിലായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവരെ വീട്ടിലേക്കാണ് കേട്ടോ പോയിട്ടുണ്ടായത്. ഈ ഒരു ദിവസം സ്കൂളില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും പ്ലാനാക്കി നമുക്ക് മക്കൾസിനെ എല്ലാം കൂട്ടാം. അപ്പം നമുക്ക് എല്ലാവർക്കും അവരെ മക്കളെല്ലാം കാണാമല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും മക്കൾസിനെ എല്ലാം കാണാമല്ലോ. ഇല്ലെങ്കിൽ നമ്മളാരും അങ്ങനെ മക്കളെയൊന്നും ആർക്കും അറിയുന്നില്ലല്ലോ, കാണുന്നില്ലല്ലോ. അപ്പോൾ എല്ലാവരും അങ്ങനെ മക്കളെല്ലാം കൂട്ടിയിട്ട് ആ ഒരു ദിവസം ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് എന്താ പറയുക, ഇവിടുന്ന് നമ്മളങ്ങനെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇതിലങ്ങനെ പ്രത്യേകിച്ചൊരു കാര്യങ്ങളൊന്നും പറയാനില്ല. കാരണം ഞാൻ ജസ്റ്റ് നമുക്കൊരു മെമ്മറീസ് അല്ലേ, നമുക്ക് എപ്പോൾ ഇങ്ങനത്തെ എല്ലാം ഒരു മൊമെൻറ്റ് നമ്മൾക്ക് ഇങ്ങനെ സൂക്ഷിച്ച് വെക്കാനും. പിന്നെ ഞാൻ എവിടെ പോയാലും ഇങ്ങനെ വീഡിയോസ് എല്ലാം എടുക്കും കേട്ടോ. നമുക്കിങ്ങനെ കുറേ നാൾ കഴിഞ്ഞിട്ട് നമുക്കിത് കാണുമ്പോൾ ആ ഒരു ദിവസത്തെ ആ ഒരു ഹാപ്പിനെസ് തന്നെ നമുക്കിത് കാണുമ്പോൾ കിട്ടും. അതാണ് അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ. അപ്പോൾ അന്നത്തെ ദിവസം നമ്മളൊരു ചെറിയൊരു കേക്ക് കട്ടിങ് എല്ലാം ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ആ ഒരു ഗ്രൂപ്പിൻ്റെ പേര്. അപ്പോൾ ഇത് നമ്മൾ അതിൻ്റെ തലേ ദിവസം നമ്മൾ പോയ ടൈമിൽ തന്നെ നമ്മൾ വിചാരിച്ച് കേക്കെല്ലാം വാങ്ങിക്കാമെന്ന്. പക്ഷേ കേക്ക് കട്ട് ചെയ്തിട്ട് എന്താ പറയുക, ആ ഒരു ദിവസം തന്നെ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് എല്ലാവരും വയറും ഫില്ലായിട്ടുണ്ടായിന്. പക്ഷേ കേക്ക് കഴിക്കാൻ യാതൊരു ഇതുമില്ല. അപ്പോൾ തന്നെ നമ്മൾ വിചാരിച്ച് നമുക്ക് ഈ ഒരു ടൈമിൽ നമുക്ക് കേക്കെല്ലാം വാങ്ങിച്ചാൽ നമ്മൾ മക്കൾസിനെല്ലാം നല്ല ഇഷ്ടമാവുകയും ചെയ്യില്ല. അപ്പോൾ അന്നത്തെ ദിവസം നമ്മൾ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു കേക്കായിരുന്നു കേട്ടോ. നമ്മൾ പ്രതീക്ഷിച്ചേ ഉണ്ടായിട്ട് ബോക്സിൻ്റെ ഉള്ളിൽ ഈ ഒരു ടൈപ്പ് കേക്കായിരിക്കും എന്ന്. അപ്പോൾ കേക്ക് നമ്മളടുത്ത് തന്നെ ആ ഒരു ഏരിയയിൽ നിന്ന് തന്നെയാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായത്. അപ്പം
നല്ല അടിപൊളിയായിട്ടുള്ളൊരു കേക്കായിരുന്നു കേട്ടോ. നല്ല എന്താണ് ആ ഒരു ഡിസൈനും ആ ഒരു കളറെല്ലാം നല്ല പാങ്ങായിട്ടുണ്ടായിന്. നമ്മൾ പ്രതീക്ഷിക്കാണ്ട് ഇങ്ങനെ ബോക്സ് ഓപ്പൺ ആക്കുമ്പോൾ നല്ലൊരു പാങ്ങിലൊരു കേക്ക് തന്നെയായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ ഇനിയിപ്പോൾ മക്കൾസിനെല്ലാം വെച്ച് കുറച്ച് ഫോട്ടോസെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൽ. അപ്പോൾ ഇത് നല്ല രസമായിട്ടുണ്ടായിന് എല്ലാവരും. പിന്നെ ആരും അങ്ങനെ പരസ്പരം ഉണ്ടെന്നൊന്നുമില്ല കേട്ടോ, കാരണം ഇവരെല്ലാം ഫസ്റ്റ് ടൈം ആയിട്ട് കാണുന്ന ആൾക്കാരല്ല. അപ്പോൾ ഇവർക്ക് കുറേ ആൾക്കൊന്നും അറിയില്ല ഇതെന്താ സംഭവം എന്ന്. പക്ഷേ കുറച്ച് വലിയ കുട്ടികൾക്ക് മാത്രമേ അറിയില്ല ഇവരെല്ലാം ഇങ്ങനെയെല്ലാം ആണെന്ന്. പക്ഷെ ചെറിയ ആൾക്കാരെല്ലാം ഇതെന്തോ വലിയ സംഭവം, എന്തോ അത്ഭുതം എന്നുള്ള രീതിയിലാണ് കേട്ടോ അവരെ മൈൻഡില്ലത്. ഇനിയിപ്പോൾ കേക്ക് കട്ടാക്കലാണ്. അപ്പോൾ കേക്ക് കട്ട് ചെയ്യാനായിട്ട് ഇവിടെ നമ്മളെ 2-3 ചോട്ടാസുകൾക്ക് ഭയങ്കര വാശിക്കാറുണ്ട്. എന്താണ് ഇത് ഞാൻ തന്നെ കട്ടാക്കണം എന്നില്ല ഇത്. അങ്ങനെ നമ്മളെ മക്കളെ കൊണ്ട് തന്നെ കേക്കെല്ലാം കട്ടാക്കി. എന്താണ് വേറെ തന്നെ ഒരു രസമായിട്ടുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ അത്. ശരിക്കും പറഞ്ഞാൽ ഈ വ്ളോഗ് ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ആ ഒരു ദിവസം തന്നെ ഞാൻ ഓർമ്മ വരുന്നത്. നമ്മളിപ്പോൾ പറയും നമുക്ക് ഒത്തുകൂടിയിട്ട് മതിയായിട്ടേ ഇല്ല. കാരണം ആ ഒരു ദിവസമെല്ലാം നമ്മൾ കുറേ ആൾ എന്താ പറയുക എല്ലാവർക്കും ഒരുപോലെ ഫ്രീ ആയിട്ട് ഉണ്ടാവണം എന്നില്ലല്ലോ. അപ്പോൾ എല്ലാവരും ബിസി ആയിട്ടുള്ള ആൾക്കാർ, പ്രത്യേകിച്ച് അന്നത്തെ ദിവസം ഞാൻ തന്നെ നല്ല ബിസി ആയിട്ടുള്ളൊരു ദിവസം ഇതായിരുന്നു. കാരണം ഞാൻ പോണ്ടാന്നെല്ലാം വിചാരിച്ചിട്ട് ഉണ്ടായതാണ് കേട്ടോ. പക്ഷേ ഞാൻ ലാസ്റ്റ് ടൈമാണ് ഞാൻ പോയിട്ടുണ്ടായതുകൊണ്ട് തന്നെ ഞാൻ തന്നെ ലാസ്റ്റ് ടൈം ഇവിടെ എത്തിയതും ഞാനായിരുന്നു. ഫസ്റ്റായിട്ട് ഞാൻ തന്നെയാണ് കേട്ടോ അവിടെ നിന്ന് ഇറങ്ങിയതും. കാരണം ഞാൻ അന്നത്തെ ദിവസം ഫുള്ള് ബിസി ആയിട്ടാണ് ഉണ്ടായത്. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇവിടെ ജസ്റ്റ് ഒന്ന് കയറി പോകാമെന്ന് പറഞ്ഞിട്ട് എനിക്കിങ്ങനെ ഇവരിങ്ങനെ ഗ്രൂപ്പിൽ ചർച്ച ചെയ്യുമ്പോൾ എനിക്ക് ഫുള്ള് ഞാനിങ്ങനെ എന്താ പോണോ വേണ്ടോ എന്നില്ല ഒരു ചിന്തയിലായിരുന്നു കേട്ടോ ഉണ്ടായത്. അങ്ങനെ ഇപ്പോൾ ഇതാ നമ്മൾ കേക്കെല്ലാം കട്ടാക്കി. ഇനിയിപ്പം ഇവിടുന്ന് നമ്മൾ ചെറുതായിട്ട് ഫുഡെല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമ്മൾ ആദ്യം പ്ലാനാക്കിയത് എന്താണ് നമ്മളെല്ലാവരും എന്തെങ്കിലും സ്നാക്സോ എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് ആക്കിയിട്ട് കൊണ്ടുവരാമെന്ന്. പക്ഷേ എല്ലാവരും മടിയന്മാരാണ് കേട്ടോ. കാരണം എല്ലാവർക്കും ഈ ഫുഡ് ഉണ്ടാക്കാനെല്ലാം ഭയങ്കര മടിയാണ്. എന്താണ് അതെല്ലാം ആക്കിയിട്ടെല്ലാം നമ്മൾ പോകുമ്പം ഒരുപാട് ടൈമും എടുക്കും. നമ്മളിങ്ങനെ ഫ്രീ ആയിട്ട് പോകുമ്പോൾ അല്ലേ കുറച്ചും കൂടി പാങ്ങെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ അടുത്ത് തന്നെ ഉള്ളൊരു ഷോപ്പിൽ നിന്ന് KFCയും കാര്യങ്ങളെല്ലാം വാങ്ങിച്ചതാണ് കേട്ടോ ഇത്. KFC പിന്നെ ഷവർമ്മ, അങ്ങനെ ബോക്സിലെല്ലാം ഒരു ഷവർമ്മയെല്ലാം ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. അതിനെല്ലാം നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ ഉണ്ടായത്. അപ്പം ഇവിടുന്ന് നമ്മളെല്ലാവരും ഓളെ പുറക്ക് പോയതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും കൂടി എല്ലാം എടുത്ത് വെക്കലും കാര്യങ്ങളെല്ലാം ആയിട്ട് നല്ല രസമായിട്ടുണ്ടായിരുന്നു. ഇനിയും നമ്മളിതുപോലെ എന്താണ് ഈ ഒരു ദിവസം ഒത്തുകൂടി നമ്മളിങ്ങനെ അന്നത്തെ ദിവസം തന്നെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു ഇനിയും നമുക്ക് എന്തായാലും ഇങ്ങനെ കൂടണം, നല്ല രസമായിട്ടുണ്ടായിന്. അപ്പം നമ്മളിങ്ങനെ ഫ്രണ്ട്സെല്ലാം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒരു 2-3-4 ഫ്രണ്ട്സ് ആയിക്കോട്ടെ ഇതുപോലെ ഒത്തുകൂടുമ്പോൾ വേറെ തന്നെ ഒരു ഹാപ്പിനെസ് ആണ് കേട്ടോ. അപ്പം നമ്മൾ ഒത്തുകൂടലെല്ലാം അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്.